അൻവർ അല്ലാതെ എന്താണ് മിഥുൻ ഈ അൻവർ അല്ലാതെ DMK-യുടെ മറ്റേതെങ്കിലും പ്രവർത്തകർ, മണ്ഡലത്തിന് പുറത്തുള്ള പ്രവർത്തകർ അവിടെ ഉണ്ടോ? അങ്ങനെ ഒരു ആൾക്കൂട്ടമോ അൻവറിനൊപ്പമുള്ളവർ സംഘടിച്ചു നിൽക്കുക, അങ്ങനെ ഒരു കാഴ്ചയുണ്ടോ അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? സഹിത അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം PV അൻവറും അദ്ദേഹത്തിന്റെ അനുയായികളും കുറച്ച് പേര് മാത്രമാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കടന്നു വന്നത്. മറ്റ് DMK-യുടെ പ്രവർത്തകർ ആരും തന്നെ ഹോട്ടലിന് പുറത്തോ അല്ലെങ്കിൽ ഗേറ്റിന് വെളിയിലോ ഒന്നും തന്നെ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമില്ല. എന്തായാലും ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഒരുപക്ഷെ വലിയ രീതിയിൽ ആളുകൾ കൂടാനോ അല്ലെങ്കിൽ DMK-യുടെ പ്രവർത്തകർ എത്താനോ ഉള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള സന്നാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം നിലവിൽ ഈ പ്രദേശത്തില്ല എന്നുള്ളത് തന്നെയാണ്. അരമന ഹോട്ടലിന് പുറത്തോ അല്ലെങ്കിൽ അകത്തോ DMK പ്രവർത്തകരുടെ ഒരു സാന്നിധ്യമില്ല. അവരാരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. PV അൻവറും അദ്ദേഹത്തിന്റെ അടുത്ത കുറച്ച് അനുയായികൾ മാത്രമാണ് ഈ ഹോട്ടലിലുള്ളത്. മറ്റാരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികളുമായി വീണ്ടും ഇവിടേക്ക് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർ ചെറുതുരുത്തിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഈ ഇലക്ഷൻ സാമഗ്രികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് വിതരണം ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോകുമെന്നാണ് അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചത്. തുടർന്ന് കൂടിയാലോചന നടത്തിയ ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ആലോചിച്ച ശേഷം എന്ത് നടപടികളിലേക്ക് കടക്കുമെന്ന് അറിയിക്കും എന്നാണ് അറിയിച്ചത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും നാടകീയ നീക്കങ്ങളാണ് ചേലക്കരയിൽ കാണുന്നത്. PV അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അവഗണിച്ചു വാർത്താ സമ്മേളനം വിളിച്ചു. നിശബ്ദ പ്രചരണ ദിവസം മണ്ഡലത്തിന് പുറത്തുള്ള വ്യക്തി മണ്ഡലത്തിൽ തങ്ങി രാഷ്ട്രീയം പറയാൻ മാധ്യമങ്ങളെ കണ്ട നടപടി അങ്ങേയറ്റം ചട്ടലംഘനം എന്ന നിലപാടിൽ തന്നെയാണ് കമ്മീഷനുള്ളത്. പക്ഷേ താൻ നിയമപരമായ ഉപദേശങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ല, അത് നിയമത്തിൽ പറഞ്ഞിട്ടില്ല എന്ന കാര്യം PV അൻവറും ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു വലിയ തർക്ക വിഷയമായി മാറുകയാണ്. തുടർ നടപടികളിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ നടപടികൾ എത്ര കണ്ട് സാധ്യമാണ്? PV അൻവറിന്റെ സ്ഥാനാർത്ഥി, DMK സ്ഥാനാർത്ഥിയുടെ സാധുതയെ അത് ബാധിക്കുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മുന്നേ SP സക്രിയ ജോർജ് നമുക്കൊപ്പമുണ്ട്. ശ്രീ സക്രിയ ജോർജ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾ എന്ന് പറയുന്നത് ഈ പരസ്യ പ്രചരണം അവസാനിച്ച ശേഷം മണ്ഡലത്തിൽ തങ്ങേണ്ട വ്യക്തികൾ സ്ഥാനാർത്ഥിയും ആ മണ്ഡലത്തിലുള്ള വോട്ടർമാരും മാത്രമാണ്. അത് കാലങ്ങളായി പാലിക്കപ്പെട്ടിരുന്ന ഒരു രീതിയാണ്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അൻവർ നടത്തിയത്. എന്നാൽ നിയമത്തിൽ അങ്ങനെയില്ല. നിയമവിദഗ്ധർ തനിക്ക് ഇക്കാര്യത്തിൽ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നതാണ് അൻവറിന്റെ വാദം. എന്താണ് ഇതിന്റെ നിയമം യഥാർത്ഥത്തിൽ? 1996 സുപ്രീം കോടതിയുടെ ഒരു മർമ്മപ്രധാനമായ വിധി ഉണ്ടായിരുന്നു. ഇലക്ഷനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി അന്നത്തെ ജസ്റ്റിസ് ആയിരുന്ന ഗുൽദീപ് സിംഗ് സാറിന്റെ അദ്ദേഹത്തിന്റെ വക വിധിയാണ്. TN ശേഷൻ സാർ ആയിരുന്നു അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അന്ന് കോമൺ കോസ് എന്ന് പറഞ്ഞ സംഘടന ശ്രീ പ്രശാന്ത് ഭൂഷണിന്റെ ഒക്കെ പിതാവായ ശാന്തിഭൂഷൺ സാറിന്റെ ഒക്കെ സംഘടനയാണ് കോമൺ കോസ്. അവർ കൊടുത്ത ആ പരാതിയില് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഇതിനെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തി. ഇപ്പം ഇലക്ഷൻ കമ്മീഷന് എന്തെങ്കിലും നിർദ്ദേശം തന്നാൽ അത് പാലിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം. ഭരണകക്ഷിയോട് ഒരു സ്റ്റാൻഡും പ്രതിപക്ഷ കക്ഷികളോട് വേറൊരു സ്റ്റാൻഡും എടുക്കാൻ പാടില്ല. അധികാര ദുർവിനിയോഗമാണത്. നമ്മളെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അത് പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സും ബാധ്യസ്ഥരാണ്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ്. പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ടിൽ പറയുന്നത് വളരെ നിഷ്പക്ഷവും നീതിപൂർവമായ ഇലക്ഷൻ നടക്കണമെന്ന്. അതിനെല്ലാവരും സഹകരിക്കുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയാലൊന്നും ജനങ്ങൾ മാറത്തില്ല. കാര്യം ഭരിക്കുന്നവരെയും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജനം കണ്ടു വിലയിരുത്തിയാണ്. ഇന്നത്തെ ജനം എന്ന് പറഞ്ഞാല് വളരെ ലിറ്ററേറ്റ് ആണ്. അതായത് സാർ പറഞ്ഞത് ഈ PV അൻവർ നടത്തിയത് ചട്ടലംഘനം എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന കാര്യം സാർ ഉറപ്പിക്കുകയാണ്. ഞാൻ ചട്ടലംഘനം എന്നുള്ളതിലേക്കല്ല വരുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ തന്നാൽ അത് പാലിക്കുക എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണ്. പക്ഷെ ശ്രീ അൻവറിന്റെ അടുത്ത് പറയുമ്പോൾ വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി, രജിസ്ട്രേഡ് പാർട്ടി അവര് ചെയ്താൽ അവരെ നിയന്ത്രിക്കണം. തുല്യത വേണം. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഇക്വാലിറ്റി എമംഗ് ഈക്വൽസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 ൽ
മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. കാര്യം രാജ്യം മുമ്പോട്ട് പോകണമെങ്കിൽ എന്തായാലും നമുക്ക് വിശദമായ വിഷയം ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്ക് പ്രധാനമായും മറ്റൊരു വാർത്ത കൂടി പരിഗണിക്കണം. പ്രശാന്ത് നായർ